7 മണി എന്നുള്ള സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഹൈ ഫ്ലയേഴ്സ് എന്നുള്ള ഈ ഒരു വലിയൊരു പ്രോഗ്രാം, വളരെ മഹത്തായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന സക്സസ്ബറി ഗ്ലോബൽ ഫൗണ്ടേഴ്സ് ഫാമിലിക്ക് മനോജ് സാറിനും ലത മാഡത്തിനും കൃത്യമായ നന്ദി അറിയിക്കാണ്. ഇതില് നമ്മൾക്കറിയാം, നമ്മളെല്ലാവരും ഈ ഒരു ബിസിനസ് അവസരത്തെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലേക്ക് ദൈനംദിനം പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് പലപ്പോഴും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് പുതിയ കാര്യവും, കുറച്ച് മുമ്പ് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ ലീഡേഴ്സായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പുതിയൊരു അനുഭവം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഹൈ ഫ്ലയേഴ്സ് എന്നൊരു പ്രോഗ്രാമിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യാണ്. എൻ്റെ പേര് സൂചിപ്പിച്ചു, ഷെമീറ ഫ്രം മൂർക്കനാട്. ഈ ഒരു അവസരവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഹൗസ് വൈഫാണ്, 4 കുട്ടികളുടെ ഉമ്മയാണ്. ചെറിയ ആൾക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈ ഒരു അവസരത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് വീട്ടമ്മമാർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്നുള്ള നിലയിലാണ് ഞാൻ ആ ഒരു കാര്യം പറയുന്നത്. കാരണം എനിക്കറിയാം, ഈ ഒരു അവസരം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള ആളുകളാണ് നമ്മൾ എല്ലാവരും. അവരെല്ലാവരെയും അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള പല വ്യത്യസ്ത കാറ്റഗറിയിലുള്ള പല ക്യാരക്ടേഴ്സ് ഉള്ള ഒരുപാട് ആളുകളെ ഒന്നിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്തുക, അല്ലെങ്കിൽ ഒന്നിച്ചൊരു പ്രവർത്തനം, ഇപ്പൊ ഒരു ടീം വർക്കായിട്ട് നമുക്ക് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ ഉള്ളതിന് തീർച്ചയായിട്ടും നമുക്കൊരു ഓർഗനൈസേഷൻ അത്യാവശ്യമാണ്. അതാണ് നമ്മളുടെ സക്സസ്ബറി ഗ്ലോബൽ എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഒക്കെ സ്വപ്നങ്ങളെ നമുക്ക് അറിയാൻ പറ്റും. സക്സസ്ബറി ഗ്ലോബലിന്റെ മോട്ടോ തന്നെ ഒരു നല്ല നാളേക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നുള്ള, ടുഗദർ ടുവേർഡ്സ് ടുമോറോ എന്നുള്ള ഒരു ആപ്തവാക്യമായിട്ടാണ് സക്സസ്ബറി ഗ്ലോബൽ നമ്മളൊക്കെ സമീപിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വ്യത്യസ്ത സ്വപ്നങ്ങളുള്ള, വ്യത്യസ്ത സ്വഭാവക്കാരായിട്ടുള്ള, വ്യത്യസ്ത ഫാമിലി ബാക്ക്ഗ്രൗണ്ടുള്ള, വ്യത്യസ്ത കഴിവുകളുള്ള ഒരുപാട് ആൾക്കാർ ഒന്നിച്ചു ചേരുമ്പോൾ വലിയൊരു വിജയം നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എല്ലാവർക്കും ലഭിക്കുന്നുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾക്ക് ഈ ഒരു അവസരത്തെ കുറിച്ചിട്ടുള്ള അറിവുകളാണ്. ഏറ്റവും ആദ്യം വേണ്ടത് അറിവുകളാണ്. ആ അറിവുകളാണ് നമ്മൾക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വിശ്വാസം തരുന്നത്. ആ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഒരു ആത്മധൈര്യം കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരവുമായിട്ട് മുമ്പോട്ട് പോവാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കുന്നുണ്ടാകും. പക്ഷെ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് വേണ്ട നമ്മളുടെ ഈ ഒരു അവസരത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അറിവ് സമ്പാദിക്കണം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും രാവിലെ ഹൈ ഫ്ലയേഴ്സ് എന്ന് പേരിട്ടിട്ട് സക്സസ്ബറി നമുക്ക് മുമ്പിലെ വ്യത്യസ്ത ലീഡേഴ്സിന്റെ വ്യത്യസ്ത എക്സ്പീരിയൻസുമായിട്ടും അവർ ഈ ഒരു ബിസിനസ്സിൽ വളർന്നു വന്നിട്ടുള്ള അവര് പഠിച്ച് പ്രാവർത്തികമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് എല്ലാവരും ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മളെല്ലാവരും ഈ ഒരു അവസരത്തെ അല്ലെങ്കിൽ ഈ ഒരു സെഷനെ നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. പല ജോലികൾ ചെയ്യുന്നവരും പല മാനസികാവസ്ഥയിലുള്ളവരൊക്കെ ആവും. എന്തായാലും ഈ ഒരു 40 മിനിറ്റ് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി വെക്കുക. മനസ്സ് തികച്ചും ഫ്രീ ആക്കിയിട്ട് തന്നെ വെക്കുക. അപ്പോൾ ഇതൊരു ബാധ്യതയായിട്ട് കാണരുത്. വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെ ഈ ഒരു അവസരത്തെ ഏറ്റെടുക്കുക. തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും, നമ്മൾ ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മേഖലയിൽ നിന്നൊന്നും നമ്മൾ വിചാരിച്ചൊരു കാര്യം നമുക്ക് കിട്ടാത്തപ്പോ, അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമ്മൾ ലൈഫ് സ്റ്റൈല് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട ഒരു അവസരമായിട്ട് നമ്മൾ കണ്ടിട്ടാണ് ഈ ഒരു അവസരത്തെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മളുടെ സ്വപ്നങ്ങള് ഈ അവസരത്തില് കൂടി നേടിയെടുക്കുക എന്നുള്ള ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ധൈര്യമാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ നമ്മൾ നിലനിൽക്കാനുണ്ടാവുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു അവസരത്തിലൂടെ നേടിയെടുക്കാനുള്ള ശക്തമായിട്ടുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. അതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത്. ഈ ഒരു അവസരത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള
പ്രോസസ്സുകളുണ്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടാവുമല്ലോ. ഏതൊരു പഠനത്തിനാവട്ടെ, കച്ചവടം, എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ടോ അതിനെല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. അതുപോലെ സക്സസ്ബറി ഗ്ലോബൽ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ മൈ ലൈഫ് സ്റ്റൈൽ എന്നുള്ള ഈ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു അവസരത്തിന് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് അവസരത്തെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ബിസിനസ് ആണെന്നുള്ളതാണ്. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പുതുതായി വന്നിട്ടുള്ള ആളുകളൊന്നും ഇതൊരു ബിസിനസ് ആയിട്ടൊന്നും കണ്ടോളണമെന്നില്ല. പക്ഷെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ബിസിനസ് അവസരം തന്നെയാണ്. ബിസിനസ് ആകുമ്പോൾ ബിസിനസിന്റെ രീതി കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇതിനെ നമ്മളുടെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയിട്ടൊന്നും കാണരുത്. നമ്മളുടെ വലിയ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള അവസരമായിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് അവസരത്തെ കാണേണ്ടത്. അതിന് നമ്മളുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ടുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. എന്താണ് ഈ ശക്തമായിട്ടുള്ള സ്വപ്നങ്ങൾ വേണമെന്ന് പറയുന്നത്? അത് നമ്മൾ ഓരോരുത്തരും, നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമുള്ള ഒരു കഴിവാണല്ലേ സ്വപ്നം കാണാനുള്ള ഒരു കഴിവ്. ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ളത് മനുഷ്യന്മാർക്ക് മാത്രമാണ് അല്ലെ. ഈ ലോകത്ത് വേറെ ഒരുപാട് ജീവി ജന്തുജാലങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്നും ഇല്ലാത്തൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഴിവാണ് സ്വപ്നം കാണുക എന്നുള്ളത്, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത്. അത് ദൈവം മനുഷ്യന്മാരിലേക്കാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനുഷ്യരാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ സ്വപ്നങ്ങളെ നമ്മൾ പല ആളുകളും ഒരുപാട് സ്വപ്നങ്ങൾ വെച്ച് നടക്കുന്നു, ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ച് നടക്കുന്നു. അതൊന്നും നേടിയെടുക്കാതെ ഇഷ്ടം പോലെ ആൾക്കാർ നമുക്കറിയാൻ പറ്റും. അതൊന്നും നേടിയെടുക്കാതെ നമ്മളിന്ന് കാലം മരണപ്പെട്ടു പോയവരുണ്ടാവാം. അതല്ലെങ്കിൽ അതൊന്നും വേണ്ട, ഇനി എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ടാവാം. എന്തുകൊണ്ടാണ് നമ്മളെ സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റാതെ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാൻ പറ്റും, നമ്മൾ അതിനെ സ്വപ്നങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഫോർമാറ്റിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സ്വപ്നം നമ്മളുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിന് വേണ്ടത് ഒരു പിക്ചറൈസ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഉള്ളിലുള്ള സ്വപ്നത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പിക്ചറൈസ് ചെയ്ത് വെക്കുക. ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഇസ്മായിൽ സാറ് ഡ്രീം എന്നുള്ളൊരു സെഷന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരോടും സ്വപ്നങ്ങളുമായിട്ട് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ലീഡർ ജുനീർ സാറിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് എന്താ സ്വപ്നം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സ്കൂട്ടി വേണം, സ്കൂട്ടി ആവണം എന്ന് പറഞ്ഞു. ആ സ്കൂട്ടി ഞാൻ ഫോട്ടോ എടുത്ത് വരണല്ലോ. അപ്പൊ ഞാൻ ജുനീർ സാറിന് ഒരു ഫോട്ടോ വെറുതെ വിട്ടെടുത്തു. അല്ലെങ്കിൽ സാറ് കാണിച്ചു തന്ന ഒരു ഫോട്ടോ ഞാനൊന്ന് സെലക്ട് ചെയ്തു. അതിനെ കുറിച്ച് പ്രത്യേകിച്ച് അറിവോ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല. കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ചുവന്ന കളറിലൊക്കെ ഉള്ള ഒരു സ്കൂട്ടിയാണ് ഞാൻ അന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ പിക്ചർ സാറിന് എനിക്ക് എടുത്ത് കൊണ്ടുവന്ന് തന്നു. ഇസ്മായിൽ സാറിന്റെ ഡ്രീം സെഷനിൽ ഞാൻ അതിനെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അതെന്റെ റൂമില് കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചു. അപ്പൊ അത് ഒട്ടിച്ചു വെച്ച സമയത്ത് അതായത് ഞാൻ അതിനെ പിക്ചറൈസ് ചെയ്തു എന്നർത്ഥം. ഈ പിക്ചറൈസ് ചെയ്തിട്ട് ഞാൻ അത് റൂമിൽ ഒട്ടിച്ചു വെച്ച സമയത്ത് നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ സ്കൂട്ടി എടുത്തോ ആദ്യം ചോദിക്കും. അപ്പൊ അല്ലെങ്കിൽ ഇല്ല ഞാനിത് വാങ്ങാൻ പോകുന്ന, എന്നാ വാങ്ങുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മളെ ഉള്ളിലേക്ക് വരുമ്പോ നമ്മൾ തന്നെ അറിയാതെ എന്ത് ചെയ്യും, അത് നമ്മളുടെ മൈൻഡിലേക്ക് കയറിക്കൂടുന്നുണ്ടാകും. അങ്ങനെ ഞാൻ ഈ സ്കൂട്ടി എന്നുള്ള സംഭവം അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മളൊരു സ്വപ്നം നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു ഗോൾ ആക്കിയിട്ട് മാറ്റണം. അതിനെ പിക്ചർ ചെയ്തിട്ട് നമ്മളുടെ ഉള്ളിൽ വെച്ച് നമ്മൾ ഷോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ന് നേടണം, അതിനൊരു എന്തൊക്കെ വേണം, അതിനെ നമ്മൾ അത്രയും ഇതില് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, സ്കൂട്ടി എന്നുള്ളത് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം എന്നുള്ള ഒരു ടൈം വെച്ചു. ആ ടൈം വെച്ച സമയത്ത് അപ്പോ ആദ്യത്തില് ടൈം വെച്ച സമയത്തൊന്നും അതിനെ കുറിച്ച് അത്ര പറയണൊന്നും അല്ലായിരുന്നു. ഇനിയും സമയമുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ എപ്പോഴും നമ്മളോട് ഇങ്ങനെ ചോദിക്കും, ആരെങ്കിലും സ്കൂട്ടി വാങ്ങിച്ചോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടാകും. അപ്പൊ നമ്മൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക, എന്തൊക്കെയാ മോഡൽ എന്നൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒരു 60,000-70,000 രൂപയൊക്കെ ഉണ്ടാവുക എന്നുള്ള നിലയിലാണ് ഞാൻ അതിന് ഒരുങ്ങി തീർന്നിരുന്നത്. കാരണം ആ ഒരു പൈസ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. മൈ ലൈഫിലൂടെ മാത്രം നേടിയെടുത്ത പൈസ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ATC റാങ്കിലാണ് അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ എന്ത് ചെയ്തു,
ഈ ഒരു കാര്യവുമായിട്ട് ഞാൻ ആരും അറിയാതെ ഒരു സ്കൂട്ടിയുടെ ഷോപ്പിൽ ഒറ്റക്ക് പോയി ഞാൻ എന്ത് ചെയ്തു, ഓരോ കാര്യവും അതായത് നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. നമ്മളുടെ അറിയുന്ന ആളുകൾ മുന്നിൽ ചമ്പരുതല്ലോ, അതിനാണ് ഞാൻ ഒറ്റക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, എന്റെ ധാരണ തെറ്റായിരുന്നു വളരെ. പിന്നെ എന്താ പറയാ, നിങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഇത് എടുക്കാന്നൊന്നും അറിയില്ല. സാധാരണ വീട്ടമ്മ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നതാണ്. ഞാൻ വിചാരിച്ചിരുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാ വണ്ടികളും എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ധാരണ. അവിടെ ചെന്ന് ഞാനായിട്ട് മനസ്സിലാക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ആ ഒരു കാര്യം അറിയുന്നത്. ഓരോ കമ്പനിയും ഓരോ ഡീലേഴ്സാണ്, അല്ലെങ്കിൽ എന്താ പറയാ, ആ കമ്പനീന്റെ വ്യത്യസ്ത വണ്ടികളാണ് അവർ സെല് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളവര് മനസ്സിലാക്കാൻ പറ്റിയത് എനിക്ക് അപ്പോഴാണ്. അത് എന്റെ കുറവാണ്, പക്ഷെ അത് ഞാൻ വേറെ കാര്യങ്ങളിലൊക്കെ എക്സ്പെർട്ടാണ് കേട്ടോ. നമുക്കറിയാത്തൊരു കാര്യമായിരുന്നു അത്. നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ വണ്ടികളൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ ഇന്നേ വരെ നിന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചോദിച്ചറിഞ്ഞ് അതിനുള്ള വേണ്ട ബാക്കിയുള്ള അപ്പൊ ഞാൻ സെലക്ട് ചെയ്തത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ 6G ആയിരുന്നു. അപ്പൊ അതിന് കുറച്ചും കൂടി എമൗണ്ട് വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഉള്ളത് തട്ടിക്കൂട്ടി എന്തായാലും ഞാൻ ആ ഒരു ബർത്ത്ഡേ ഡേറ്റിന്റെ അന്ന് തന്നെ മോൾക്ക് ആ ഒരു വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റി. അത് എന്തുകൊണ്ടാ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സ്വപ്നത്തെ ആദ്യം എന്ത് ചെയ്യണം, പിക്ചറൈസ് ചെയ്യണം, പിന്നെ അതിനെ വെർബലൈസ് ചെയ്യണം, ക്രിസ്റ്റലൈസ് ചെയ്യണം, എന്നിട്ട് നമ്മൾ അതിനെ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് നമ്മുടെ സ്വപ്നത്തെ മാറ്റാത്തതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടാത്തത്, നമ്മളെ സ്വപ്നങ്ങളൊന്നും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിലുള്ള സ്വപ്നങ്ങളെ നമ്മൾ ഈ ഒരു അവസരത്തിലൂടെ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ, ഏത് കാര്യത്തിലൂടെ ആണെങ്കിൽ നേടിയെടുക്കണം എന്നുണ്ടെങ്കിലും അതിന് നമ്മൾ ആദ്യം തന്നെ നമ്മൾക്കൊരു ധാരണ, നമ്മളുടെ ഉള്ളിലൊരു രൂപകൽപ്പന ഒക്കെ വേണം. അതിനുശേഷം അത് നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള സമയം ടൈം ബോണ്ട് ആയിരിക്കണം. അതായത് സ്മാർട്ട് ആയിട്ടുള്ള ഗോൾസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റെലവെന്റ് ആയിരിക്കണം, ടൈം ബോണ്ടഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഈ സ്മാർട്ട് എന്നുള്ള ഒരു വാക്കുകൊണ്ട് എസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആണ്, എം എന്നുള്ളത് മെഷറബിൾ ആണ്, എ എന്നുള്ളത് അച്ചീവബിൾ അല്ലെങ്കിൽ അറ്റൈനബിൾ എന്നുള്ളതാണ്, നമുക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ്. ആറ് എന്നുള്ളത് റെലവെന്റ്, നമ്മളായിട്ട് പൊരുത്തപ്പെടുന്നതായിരിക്കണം. നമ്മളൊരു പിന്നെ കാറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് ബെൻസ് വാങ്ങുകയാണെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള സാഹചര്യം ഒന്നും ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ ബിസിനസിന്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മളൊരു ബെൻസ് വാങ്ങിക്കൊണ്ട് പോകുകയാണെങ്കിലൊന്നും ഒരിക്കലും നമുക്ക് അതിനെ മാനേജ് ചെയ്യാനോ അതിനൊന്നുള്ളൊരു ഇത് കിട്ടൂലല്ലോ. അതുപോലെ അതാണ് പറയുന്നത്, റെലവെന്റ് ആയിരിക്കണം, അതായത് നമ്മളായിട്ട് പൊരുത്തപ്പെടുന്ന സ്വപ്നം ആയിരിക്കണം. പിന്നെ ടൈം ബോണ്ടഡ് ആയിരിക്കണം. സ്വപ്നം ഉണ്ട്, എനിക്കത് വേണം എന്ന് അറിയില്ല, അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്വപ്നത്തെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും പറയാണ്, ഈ ഒരു ബിസിനസ് അവസരം നമ്മളുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ആ സ്വപ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ സ്വപ്നങ്ങൾ നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, എഴുതി വെക്കേണ്ടതും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതും ഒക്കെ. അതിനുള്ളൊരു മാധ്യമം അല്ലെങ്കിൽ ഒരു വഴികാട്ടികൾ മാത്രമാണ് നമ്മളുടെ ലീഡേഴ്സും ഓർഗനൈസേഷനും കമ്പനിയും ഒക്കെ. ആ ഒരു തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തരിലും ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഈ ഒരു അവസരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും സാധാരണ ഒന്നുകിൽ ഒരു എംപ്ലോയി, സെൽഫ് എംപ്ലോയി ഒക്കെ ആയിട്ടുള്ള ആളുകളാണല്ലേ അധിക പേരും. അത് 99% ആളുകളും എംപ്ലോയി, സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലുള്ളതാണല്ലേ. എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ആളുകളാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ടുള്ള കഴിവ് അവനവന്റെ സ്കില്ല് ഉപയോഗിച്ച് വരുമാനം വാങ്ങിക്കുന്ന ആളുകളാവാം. ഈ ES എന്നുള്ള കാറ്റഗറിയിലുള്ള നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള ഈ ഒരു ഇൻഡസ്ട്രിയുടെ പാർട്ടായിട്ട് BI എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് എളുപ്പത്തിൽ മാറാൻ ആണ് നമ്മൾ ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മാറാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ചേഞ്ച് എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ ES എന്നുള്ള കാറ്റഗറിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി തയ്യാറാവുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചേഞ്ച് ആയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് BI എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മളുടെ ഹാബിറ്റുകളെ ആവും. അതായത്
നമ്മൾ ഡെയിലി നമുക്കൊരു റൊട്ടീൻ ഉണ്ടായിരിക്കും അല്ലെ, ഏതൊരാളാണെങ്കിലും ഡെയിലി ഒരു റൊട്ടീൻ നമുക്ക് ഉണ്ടായിരിക്കും. ആ റൊട്ടീൻ എന്ത് ചെയ്യണം, നമ്മൾ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കണം. ഒറ്റയടിക്ക് ചേഞ്ച് ആക്കാൻ ചിലപ്പോൾ എല്ലാരെ കൊണ്ട് പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ മെല്ലെ മെല്ലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അത് ചിലപ്പോൾ നമ്മുടെ സ്കില്ലിനെ നമ്മൾ നന്നായിട്ട് കൂട്ടേണ്ടതായിട്ട് വരും. ചിലപ്പോൾ പ്രസന്റേഷനൊക്കെ ഇപ്പോൾ എന്നൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ആദ്യം തന്നെ ജുനൈദ് സാർ നമ്മളെ വീട്ടിൽ വന്ന സമയത്ത് ബിസിനസ് ഒക്കെ പറഞ്ഞ സമയത്ത് ഏറ്റെടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. 3 മാസം ഈ ഒരു അവസരം ജുനൈദ് സാർ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു തരികയും പ്രൊഡക്റ്റുകൾ ഞങ്ങൾ വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോലും, നല്ല പ്രൊഡക്റ്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും 3 മാസത്തിൽ കൂടുതൽ ജുനൈദ് സാർ എന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു, അപ്പോ എന്തുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു പരിചയവും ഇല്ലാത്തൊരു മേഖലയാണ്. ഞാൻ ഇതുവരെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ എന്റെ കല്യാണം കഴിഞ്ഞതാണ്. ആ ഒരു കല്യാണം കഴിഞ്ഞ് മക്കളെ നോക്കുക, അതല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അത്തരം കാര്യങ്ങളെ കുറിച്ച് മാത്രം അറിയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഒരു അവസരമൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടി പറ്റുക? കാര്യമായിട്ട് നമുക്ക് അത്ര വലിയൊരു ഇംഗ്ലീഷിലൊന്നും അത്ര പ്രാവീണ്യമൊന്നും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്. ഞാൻ ജുനൈദ് സാർ അടുത്ത് പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ ജുനൈദ് സാർ ഇസ്മായിൽ സാറെ പരിചയപ്പെടുത്തി തന്നിരുന്നു. ഇസ്മായിൽ സാറിനെ കുറിച്ചും നമുക്ക് നന്നായിട്ട് അറിയാം, അവർക്ക് അതുപോലെ തീരെയും പറ്റൂല. പിന്നെ എങ്ങനെ ഞാനത്, ഇസ്മായിൽ സാറൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറയും, എന്നെ കൊണ്ടത് പറ്റുമോ, എന്നെ കൊണ്ടത് പറ്റുമോ, 100 തവണയെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ടാകും. അപ്പോഴൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തന്നത്, പറഞ്ഞു തന്നിരുന്നത്, നിങ്ങൾ കൂടെ നിൽക്കൂ, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വഴിയാലെ നടന്നോളും, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിനെ സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളതാണ് നമുക്ക് അന്ന് കിട്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം. അപ്പൊ അന്ന് തൊട്ടിട്ട് തന്നെ എന്താണോ ലീഡേഴ്സ് നമ്മളോട് പറയുന്നത് അത് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ശരി നമ്മളത് ചെയ്യുമായിരുന്നു. വളരെ റിസ്ക് തന്നെ ആയിരുന്നു ആ ഒരു സമയത്തൊക്കെ. അറിയാലോ, പാലുടിക്കുന്ന ഒരു കുട്ടിയായിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ പോലെ ഹൈ ഫ്ലയേഴ്സ് ഇല്ലായിരുന്നു അന്ന്. ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ ഇല്ലായിരുന്നു. അതല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള കൂടുതൽ, പ്രത്യേകിച്ചും ആസ് എ ലേഡി എന്നുള്ള നിലക്കൊന്നും ഒരു ലീഡേഴ്സിനെയും ലേഡി ലീഡേഴ്സായിട്ട് എനിക്ക് പരിചയം പോലും ഇല്ല, അല്ലെങ്കിൽ അവർക്ക് കാണിച്ചു തരാൻ ലീഡേഴ്സ് ഇല്ല. അങ്ങനത്തെ ഒരു സമയത്തൊക്കെ അപ്പൊ ഒക്കെ എൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയായിരുന്നു. ഇതിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തുമാത്രം പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ഹസ്ബൻഡ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഏറ്റെടുത്ത പിന്നെ ചെയ്തോളണം, പിന്നെ അവിടെ വേറെ വർത്താനൊന്നും പാടില്ല, ഇത് ഈ ഒരു അവസരം ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളത് അദ്ദേഹം ആദ്യം തന്നെ അത് മനസ്സിലാക്കിയത് കൊണ്ട് എനിക്കൊരു ധാരണ തന്നിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, തുടക്കല്ലേ, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞു, ഞാനിതൊക്കെ ചെയ്യും, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇതൊക്കെ പഠിച്ചെടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതിലൊക്കെ പറയായിരുന്നു. അപ്പോഴൊക്കെ പഠിച്ചെടുക്കാനൊക്കെ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളെ ടൈം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നിടത്തേ അല്ലായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഫാമിലി ലൈഫില്, അതല്ലെങ്കിൽ പിന്നെ ചെറിയ കുട്ടികൾ, ഏതാൾക്കാരാണെങ്കിലും ഏതൊരു ലൈഫിലാണെങ്കിലും ഒരു കാര്യമായിട്ട് നമ്മൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ നമ്മളെ ചുറ്റുപാട് നമ്മളെ മാറുന്നുണ്ടാവുള്ളൂ, നമ്മളെ ചുറ്റുപാട് ഒരിക്കലും മാറുന്നില്ല. അവരുടെ ചിന്താഗതിയിൽ മാറ്റമില്ല, ഒരു കാര്യത്തിലും അവർ ഈ ഒരു അവസരം കേട്ടിട്ടില്ല, അതല്ലെങ്കിൽ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു സമയത്ത് നമ്മളെ ചുറ്റുപാട് മാറാതെ നമ്മൾ ഒറ്റയ്ക്ക് മാറുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കുറച്ച് വയസ്സായ പാരന്റ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു പേടിയായിരുന്നു. നമ്മളത് തുടങ്ങുന്ന സമയത്ത് എന്നോട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ, അതിനാണോ ഞാൻ എന്നെ കല്യാണം കഴിച്ച് അയച്ചു കൊടുത്തത്, നിന്നെ നോക്കാൻ പറ്റണില്ലെങ്കിൽ ഇവിടെ വന്നു ഞാൻ നോക്കിക്കോളാം എന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ആ രീതിയിലാണ് ഇതിനെ കാണുന്നത്. അതായത് നമ്മളത് നോക്കാത്തോണ്ടാണോ, അതല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും അവർ ചെയ്തു തരാത്തോണ്ടാണോ നമ്മളിത് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു പേടിയാണ് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പൊ ഞാന് തുടക്കത്തിലൊക്കെ മെല്ലെ മെല്ലെ ഓരോ, നമ്മൾ പറയില്ലേ, സോപ്പ് ഇട്ടുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ കുറെ മുമ്പോട്ട് പോയ സമയത്ത് എപ്പോഴും പ്രോഗ്രാമുകൾ വരുന്നു. പിന്നെ കൊറോണ ഒക്കെ മാറി ഓഫ്ലൈൻ പ്രോഗ്രാമുകളായപ്പോ ദിവസം മീറ്റിംഗ് തന്നെയാണില്ലേ എന്ന് പറയും. അപ്പൊ ഈ ഒരു മീറ്റിംഗ് എന്നുള്ളത്, അപ്പൊ നമ്മളൊരു കരിയറായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി നമ്മൾ ഏത് കാര്യത്തിന് പോവുകയാണെങ്കിലും നമ്മൾ എല്ലാ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിനെ കാണുന്നത് ആ രീതിയിലല്ല. അതുകൊണ്ടാണ്. അപ്പൊ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇനി ഒരിക്കലും ഇതിന് ഇറങ്ങി പോകരുത്, നീ കമ്പനിയിൽ നിന്ന് എന്താണോ എത്ര രൂപയാണോ നീ കമ്പനിക്ക് കൊടുക്കാനുള്ളത് ആ പൈസ ഞാൻ തരാം, ഇന്ന് നിർത്തിക്കോന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഹസ്ബൻഡിന്റെ വീട്ടുകാര് വളരെ നെഗറ്റീവായിട്ട് ആണ്
ഈ ഒരു ഇതിനെ കണ്ടുകൊണ്ടും അതിന്റെ പ്രഷർ കൊണ്ടാണ് ഇപ്പൊ ആ ഒരു രീതിയിൽ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ കാര്യം മനസ്സിലാക്കി കൊടുത്തത്, ഞാൻ എന്റെ ഉപ്പാന്റെ അടുത്ത് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, എന്റെ ഹസ്ബൻഡ് ഒരു പ്രവാസിയാണ്, എന്റെ എപ്പയും പ്രവാസിയായിരുന്നു. പക്ഷെ എന്റെ ഇപ്പൊ പ്രവാസം നിർത്തി വന്ന സമയത്ത് ഞങ്ങൾ 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ്, എനിക്ക് ഒരു അനിയനുമാണ്. ഈ 2 പെൺകുട്ടികളുടെയും എല്ലാ കാര്യങ്ങളും, വീട് മാറലാവട്ടെ, കല്യാണമാവട്ടെ, പ്രസവമാവട്ടെ, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് എന്റെ ഇപ്പൊ പ്രവാസം നിർത്തിയിട്ടുണ്ടായിരുന്നത്. എന്റെ അനിയന്റെ കാര്യങ്ങളും ഏകദേശം സെറ്റിലായിരുന്നു. അനിയന് ഒരു പിന്നെ വരുമാനത്തിലേക്ക് സെറ്റ് ആയിട്ടാണ് എന്റെ ഇപ്പൊ നാട്ടിൽ സെറ്റ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു സാഹചര്യം അല്ല ഞാൻ ഇന്നുള്ളത് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, പ്രത്യേകിച്ചും ഗൾഫ് എന്നുള്ളതൊന്നും ഒരിക്കലും ശാശ്വതമല്ലാത്തൊരു സമയത്താണ് നമ്മളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനേക്കാളൊക്കെ അപ്പുറം ഞങ്ങളുടെ ഒരു കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല. ഈ ഈ ഒരു സമയത്ത് തന്നെ ഹസ്ബൻഡിന് പ്രവാസം നിർത്തേണ്ടി വന്നാൽ, നമ്മളെല്ലാം മനുഷ്യന്മാരാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം ഈ പ്രവാസം നിർത്തി വരേണ്ടി വന്നാല് ഞാൻ എന്റെ ഉപ്പാന്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾ ഏതെങ്കിലും കാര്യം കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അവസരം നമ്മുടെ മുമ്പിലില്ല. ആ ഒരു ടീച്ചറായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. അത് പ്രൈവറ്റ് മേഖലയിലാണ് ടീച്ചറായിട്ട് പ്രവർത്തിച്ചിരുന്നത്. ഒരു പ്രൈവറ്റ് മേഖലയിൽ നിന്നൊക്കെ നമ്മൾ ഈ ഒരു ഗൾഫിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ നമ്മളെല്ലാവരും പ്രശ്നത്തിലായി പോകും. അവര് മാത്രമല്ല, നമ്മുടെ ഫാമിലി മൊത്തത്തിൽ പ്രശ്നമായിട്ട് പോകും. കാരണം എന്താ, അവരുടെ മാത്രം വരുമാനത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ എന്റെ ഉപ്പാന്റെ അടുത്ത് ചോദിച്ചത്, ഇന്ന് തന്നെ അവർ വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു മാർഗമുള്ളത് ജീവിക്കാൻ വേണ്ടിയിട്ട്? ഇന്ന് എനിക്കറിയാവുന്നത്, ഇതിപ്പോ അവരവിടെ നിന്നിട്ട് ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്കിത് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സപ്പോർട്ട് മാത്രമേ വേണ്ടുള്ളൂ. ഇത് സക്സസ് ബ്രേക്ക് എന്നുള്ള ഓപ്പണിംഗ് ഓർഗനൈസേഷന്റെ എന്റെ ലീഡേഴ്സ് എല്ലാവരും എന്റെ കൂടെ ഉണ്ട്. ഇതേ സംഭവം എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ഓരോ കാര്യം ഒഴിവാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇങ്ങനെയുള്ള ഒരു അവസരം, എനിക്ക് +2 മാത്രം വിദ്യാഭ്യാസമുള്ള എനിക്ക് എന്തെങ്കിലും വേറെ ഇതുപോലെ നേടിയെടുക്കാം, അതായത് ഹസ്ബൻഡ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് അറിയെങ്കിൽ ഞാൻ ചെയ്തോളാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അനുവദിക്കണം. നിങ്ങൾ ആദ്യം ഇത് വന്നൊന്ന് മനസ്സിലാക്കണം, ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കണം, ഞാൻ എവിടെ പോകുന്നെന്നുള്ളത് മനസ്സിലാക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതിന് പ്രകാരം ഇപ്പോ കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ മനസ്സിലാക്കിയിട്ടും എന്റെ കൂടെ വന്നിട്ടൊക്കെ നിന്നുകൊണ്ട് ഇപ്പോ നല്ല സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്, മാനസികമായിട്ടുള്ള സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോ ഇത് നമ്മളൊരു ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, പല ആളുകളും വിട്ടു പോകാനുള്ള മെയിൻ കാരണം അത് തന്നെയാണ്. നമ്മൾ തുടങ്ങുന്നു, നമ്മൾ വിചാരിക്കുന്ന എന്താണ്, നമ്മൾ മനസ്സിലാക്കിയ പോലെ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, എന്താ അവർക്ക് മനസ്സിലാക്കി കൂടെ, അങ്ങനെയൊക്കെയാവും നമ്മളുടെ ചിന്ത. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച ഒരാൾ തന്നെയായിരുന്നു. പക്ഷെ അങ്ങനല്ല, നമ്മളിത് മനസ്സിലാക്കിയിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ക്ഷമയോട് കൂടിയിട്ട് കുറച്ച് സഹിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ അച്ചീവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകും ഇത് കുഴപ്പമില്ല, ഇതുകൊണ്ട് അവൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. ആർക്കും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നേട്ടങ്ങൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം. അതിനു മുമ്പേ നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരു വഴക്കിനോ ഒന്നിനും പോവണ്ട. അവരത് മനസ്സിലാക്കി വന്നോളും. അവർ മനസ്സിലാക്കി എപ്പോഴാണ്, നമ്മളുടെ ഗ്രോത്ത് കാണുമ്പോഴാണ്. അപ്പൊ നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ സെറ്റ് മതി. അപ്പൊ ഞാൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറാനാണ് നമ്മൾ ഈ അവസരം ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ. എന്തുകൊണ്ടാണ് നമ്മൾ മാറണം എന്ന് പറയുന്നത്, ES എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ ഇപ്പൊ നിന്നുകൊണ്ട് നമ്മളുടെ ഒരു കാര്യങ്ങളും എന്ത് ചെയ്യണില്ല, സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകുന്നില്ല. അത്രയും എക്സ്പെൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ എക്സ്പെൻസുകളെ നമുക്ക് പിന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുണ്ടെങ്കിൽ BI എന്നുള്ള ഒരു കാറ്റഗറിയിലുള്ള ആളുകളായി മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെയാണ് എന്നുള്ളത് കൂടുതലും സമ്പത്തുള്ളത് അല്ലെ. അപ്പോ അവിടെ ആളുകൾ കുറവാണ്. അപ്പൊ നമ്മൾ ഈ കൂടുതൽ ആളുകളുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള ആളുകളിലേക്ക് മാറണം. അതിന് നമ്മൾ മാറാൻ തയ്യാറാവുന്ന വേണം. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, മാറ്റമില്ലാത്തത് വെറും മാറ്റങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ചേഞ്ച് ചെയ്യാന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മേഖലയാണിത്. ചിലപ്പോ നമുക്ക് തോന്നും ഇതെല്ലാം എനിക്ക് അറിയാവുന്നതല്ലേ, ഞാൻ മനസ്സിലാക്കിയതല്ലേ എന്നൊക്കെ അറിയാം. നമുക്ക് എന്താ പറയാ, തിയറിക്കലി ഇതെല്ലാം കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാവും. നമ്മൾ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യം നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇത് നമ്മളുടെ എക്സ്പീരിയൻസിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ആക്ഷൻ പാർട്ടിലേക്ക് നമ്മൾ
അതിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്താവും നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, നമ്മുടെ ഉള്ളിൽ ആദ്യം തന്നെ സ്വപ്നങ്ങൾ വേണം. ഈ ബിസിനസ് ഞാൻ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ബിസിനസ്സായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആ ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, നമ്മൾ അതിനെ പിക്ചറൈസ് ചെയ്തിട്ട് അതിന് വേണ്ട പ്ലാനുകൾ എന്തായാലും നമ്മളുടെ ലീഡേഴ്സുമായിട്ട് പിന്നെ ചർച്ച ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിന് ഒരുങ്ങേണ്ടത്. അങ്ങനെ ആകുമ്പോഴുള്ള ഗുണമുണ്ട്, നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നേക്കാം. നമ്മുടെ മുമ്പേ വന്നിട്ടുള്ള ലീഡേഴ്സ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ആ മിസ്റ്റേക്ക് നമ്മളെ വരുത്താൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കൂല, അല്ലെ? ഓരോരുത്തർക്കും വേറെ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളുടെ ഓരോ കാര്യങ്ങളും, നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ലീഡേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്ലൈനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ട വളരെ എളുപ്പത്തിലുള്ള മാർഗങ്ങൾ, അതിനുവേണ്ട എല്ലാ നിർദ്ദേശങ്ങളൊക്കെ നമ്മളുടെ അപ്ലൈന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ടാകും. അത് നമ്മൾ ഷെയർ ചെയ്യുക. കുറെ കാര്യങ്ങൾ നമ്മൾ പറയും, കുറെ കാര്യങ്ങൾ പറയാതിരിക്കുക, അത് പാടില്ല. നമ്മൾ ഈ ഒരു കാര്യമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ലീഡേഴ്സായിട്ട് ഷെയർ ചെയ്യണം. അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അഡ്വൈസ് നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവരികയും വേണം. വെറുതെ കുറെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നിട്ടോ അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടോ അത് മാത്രം കാര്യമില്ലല്ലോ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഈ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് നമ്മൾ ആക്ഷൻ പാർട്ടിലേക്ക് കൊണ്ടുപോവുക. ഇത് വളരെ സാധാരണക്കാരായിട്ടുള്ള, നമ്മൾ ഇഷ്ടം പോലെ GTSലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ അവരുടെ ലൈഫിൽ വളരെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ ഒരു അവസരം ഉപയോഗിച്ചിട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ടാകും. എല്ലാവർക്കും ദൈവം കഴിവ് തന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ സ്വപ്നങ്ങൾ കാണാനുള്ള ആ ഒരു കഴിവ്, സ്വപ്നം നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള കഴിവും കൂടി ദൈവം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അതിനുള്ള അവസരം ഓൾറെഡി ദൈവം നമ്മളെ എത്തിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ഇതാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ഇനിയും വേറൊരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇതാണ് ഏറ്റവും അവസാനത്തെ ബസ് എന്നുള്ള നിലയിൽ ഇതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതുമായിട്ട് ഈ സിസ്റ്റവുമായിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതുവരെ നമ്മൾ ഈ ബിസിനസ്സിലുണ്ട്, പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ ചെയ്തത് തന്നെയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും കിട്ടൂല, അല്ലെ? അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ചെയ്ത കാര്യങ്ങൾ നമ്മൾ മാറിയിട്ട് ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിന് വേണ്ട കാര്യങ്ങൾ ഇതിന്റെ സിസ്റ്റം പ്രകാരം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടാവുള്ളൂ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു അവസരത്തെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അറിയുന്ന, നമ്മളായിട്ട് ബന്ധമുള്ള, നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആളുകളെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ്, അല്ലെ? അവരുമായിട്ട് നമ്മളൊരു ടീമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ടീമിന്റെ സ്വപ്നങ്ങളും കൂടി നേടിയെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ നേടുന്നുണ്ടാകും. അപ്പൊ ഞാനൊക്കെ ഈ ഒരു ബിസിനസ്സിൽ വന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഞാൻ എന്തെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാ ജുനൈദ് സാർ, ഇസ്മായിൽ സാറൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 100,000 പ്രശ്നങ്ങളൊക്കെ ഓരോ സമയത്തും പറയുന്നുണ്ടാവും. അന്നൊക്കെ ഇസ്മായിൽ സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ മാറും, നീ ഒരു ലീഡർ ആയി കഴിഞ്ഞാൽ നിന്നോട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ പറയുന്ന ആളുകൾ വരുമ്പോ അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിനക്ക് പ്രശ്നം ദൈവത്തിന് തന്നല്ലേ പറ്റുള്ളൂ. അപ്പോഴല്ലേ നമുക്ക് ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിനാണ് നമുക്ക് ഓരോ പ്രയാസങ്ങളും തരുന്നത്, അതല്ലെങ്കിൽ ഓരോ ചലഞ്ചും നമ്മളുടെ മുമ്പിൽ വരുന്നത്. ഇനി നമ്മളുടെ ടീമിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ഒരു ഫേസിലൂടെ കടന്നു പോവേണ്ടതായിട്ടുണ്ട്. ആ ഒരു കാര്യം അറിഞ്ഞപ്പോ എനിക്ക് അന്നൊന്നും അതത്ര ഉൾക്കൊള്ളാനൊന്നും വേണ്ടി പറ്റിയിരുന്നില്ല. ഇന്നിപ്പോ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മളുടെ ടീമിൽ നിന്ന് ഓരോ കോള് വരുന്നു, അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന സമയത്തൊക്കെ എല്ലാവർക്കും ഞാനന്ന് പറഞ്ഞ അതേ പരാതികളാണ് ഇന്ന് പറയാനുള്ളത്. പക്ഷെ അന്ന് ഞാനത് അത്രത്തോളം ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത് അന്ന് സാറൊക്കെ പറഞ്ഞു തന്ന വാക്കുകളുമാണ്. അപ്പൊ ഇത് ഇങ്ങനെയാണ്, നമ്മളെല്ലാവരും ഒരേ കാര്യത്തിലൂടെ കടന്നു പോകുന്നത്, ഒരേ കാര്യം ചെയ്യുന്നോണ്ട് തന്നെ ഒരേ സൊല്യൂഷൻ തന്നെയാണ് ഇതിനുള്ളത്. അപ്പൊ അതെന്ത് ചെയ്യാ, നമ്മൾ സൊല്യൂഷൻസിനെ, പ്രശ്നങ്ങളെ നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഇട്ടെറിഞ്ഞു പോവാതെ അതിനുള്ളൊരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുക. എല്ലാവർക്കും ഉണ്ടാവും കാര്യങ്ങൾ, ഏതൊരു കാര്യം ബിസിനസ് ആണെന്നൊന്നുമില്ല, എല്ലാ കാര്യങ്ങളിലും
ഞാൻ പറഞ്ഞല്ലോ ചേഞ്ച് ആകുമ്പോൾ അതിനൊരു പ്രയാസം നമ്മുടെ മനസ്സിൽ എന്താണെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം ആവശ്യമായിട്ട് വരും. ഈ ഒരു സമയത്താണ് നമുക്ക് ടീമായിട്ട് ഇത് പ്രവർത്തിക്കുന്നതിന്റെ ഗുണം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സന്തോഷം നമുക്ക് മനസ്സിലാവും. എന്താ കാരണം, എല്ലാവരും ഒരേ വഴിയിലൂടെ സഞ്ചരിച്ചതുകൊണ്ട് തന്നെ ആ ഒരു വഴിയിലുള്ള തടസ്സങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലീഡേഴ്സിന് താഴെയുള്ള ഡൗൺലൈൻസിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇസ്മായിൽ സാറിന്റെ അടുത്ത് പറഞ്ഞിരുന്നത്, ഞങ്ങളെല്ലാവരും റോഡ് വെട്ടുന്ന ആളുകളാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ഈ നല്ലൊരു റോഡിലൂടെ സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടിച്ചു പോയാൽ മതി. അപ്പൊ വഴി വെട്ടുന്ന ആൾക്കാർക്കാണ് കൂടുതൽ റിസ്ക് ഉണ്ടാവുക. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഇപ്പൊ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മുമ്പേ പോയിട്ടുള്ള ആളുകൾ ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളാണ്. എന്നിട്ടും അവരിത് പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിന്റെ മഹാത്മ്യം കൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ നമ്മള് ഈ ഒരു അവസ്ഥ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ അവസരത്തിൽ ഓരോ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് പല ആളുകളും നമ്മൾ എന്താ ചിന്തിക്കുക, നമ്മുടെ കുഴപ്പമായിട്ടൊന്നും ആരും കാണില്ല. ഞാൻ അടക്കാട്ടോ പറയണത്, നമ്മളത് ഡൗൺലൈന്റെ കുഴപ്പമാവാം, അപ്ലൈന്റെ കുഴപ്പമാവാം, ഈ സിസ്റ്റത്തിന്റെ കുഴപ്പമാവാം, ഇതിനെ കൊണ്ട് പറ്റൂല, ഇനി ഇതിനെ നിൽക്കണോ, അങ്ങനെയുള്ള ചിന്തക്ക് നമ്മളുള്ളിൽ വരും. പക്ഷെ അതൊക്കെ നമ്മളെപ്പോഴാ മാറുക, നമ്മൾ ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓരോ പ്രോഗ്രാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ധാരണ നമുക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമുകൾ എന്നുള്ളത് ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വാല്യൂ ഉള്ളത്, അല്ലെങ്കിൽ ഏറ്റവും നമ്മളെ ഉന്നതിയിൽ നിൽക്കുന്നത് നമ്മുടെ പ്രോഗ്രാമുകളാണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് ഓരോ പ്രോഗ്രാമുകളും. ഓരോന്നിനും ഓരോ രീതികളുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഓരോ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത കാര്യങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നും പ്രോഗ്രാം ആണല്ലോ, എന്നും പോവണല്ലോ, അല്ലെങ്കിൽ ലൈഫ് ഫ്ലേഴ്സിൽ എന്നും കയറണല്ലോ, അത് ആ ചിന്ത മാറ്റിയിട്ട് നമ്മൾക്ക് എന്നും പുതിയതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ടാകും. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഹൈ ഫ്ലയേഴ്സ് എന്നുള്ളത് ഇപ്പൊ നമ്മുടെ ഒരു ഹാബിറ്റ് ആയി മാറിയിട്ടുണ്ടല്ലേ. ഇതിൽ പല ആളുകൾക്കും ഈ ഒരു സമയമായി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഫോൺ എടുക്കുന്നുണ്ടാകും. അതല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു സമയം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മിസ് ചെയ്യുന്നില്ല. അതിൽ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന നമുക്ക് ഒരുപാട് ആളുകളെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതുമായിട്ട് അത്രത്തോളം മിങ്കിളായിട്ടുണ്ടല്ലേ. അപ്പൊ ഇതുപോലെ നമ്മൾ ഈ ഒരു അവസരത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് ആസ് എ ലേഡി എന്നുള്ള നിലയിൽ ഞാൻ ഈ ഒരു അവസരം ഏറ്റെടുത്ത സമയത്ത് ഇപ്പൊ MC പറഞ്ഞതുപോലെ ഒരു ഹൗസ് വൈഫിൽ നിന്നും ഒരു ബിസിനസ് വുമണിലേക്ക് എന്നെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയിലേക്ക് എന്നെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിന്റെ പ്രത്യേകതയാണ്, ഈ ഒരു ഓർഗനൈസേഷന്റെ പ്രത്യേകതയാണ്, ലീഡേഴ്സിന്റെ കപ്പാസിറ്റി കൂടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു ഇത്തരം ഇത്ര ആളുകളുടെ മുന്നിൽ, ഇപ്പൊ ഒരു 272 ആള്, ഇത്രയും ആൾക്കാരുടെ മുമ്പിലൊന്നും സംസാരിക്കാൻ വേണ്ടി പറ്റുന്നെന്ന് ഞാൻ ജീവിതത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നത് ഈ ഒരു അവസരം ഏറ്റെടുത്തതുകൊണ്ടാണ്. നമ്മളുടെ വാക്കുകൾ ഏതെങ്കിലും ആളുകൾക്ക് പിന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ലീഡേഴ്സിന്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു അവസരത്തിലൂടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാകും. അതിന് നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി എന്നെ ഈ ഒരു അവസരത്തിലേക്ക് കൊണ്ടുവന്ന എന്റെ ലീഡേഴ്സിനും സക്സസ് 3 ഗ്ലോബലിനും എന്റെ കൂടെ കട്ടക്ക് പ്രവർത്തിക്കുന്ന എന്റെ ടീം മെമ്പേഴ്സിനും എന്റെ ലവ് ലൈൻസിനും എല്ലാവർക്കും കൃത്യമായ നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അടുത്തൊരു ദിവസം വലിയൊരു ടോപ്പിക്കായിട്ട് വേറെ ലീഡർ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. ഒരിക്കലും പ്രോഗ്രാമുകൾ മിസ് ചെയ്യാതിരിക്കുക. വിഷ് യു ആൾ സക്സസ്. താങ്ക് യു ഓൾ. പ്രോഗ്രാം കൺക്ലൂഡിങ്.